ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ കാതുകളെ നിൻ കാതുകളാക്കണമേ. യേശുവേ എൻ കാതുകളെ നിൻ കാതുകളാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. യേശുവേ എൻ കണ്ണുകളെ നിൻ കണ്ണുകളാക്കണമേ. ദിവ്യകാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. ദിവ്യകാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദത്തിൽ വിളിക്കാം ഈശോയേ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയേ, പിതാവിന്റെ മഹത്വമായ ഈശോയേ, നിത്യ വെളിച്ചത്തിന്റെ തെളിച്ചമായ ഈശോയേ, നല്ല ഇടയനായവനേ, പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് എന്നെ ആനയിക്കുന്നവനേ, എനിക്ക് ആശ്വാസം നൽകുന്നവനേ. Praise the Lord. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏറ്റു പറയാം, ഈശോയേ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. ഈശോയേ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. ഈശോയേ അങ്ങയുടെ മുഖപ്രകാശത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിൽ എന്ന ഈ ദിവ്യകാരുണ്യ ആരാധന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെയും ഈശോയുടെ തിരുനാമത്തിൻ്റെയും ഭക്തി നമ്മൾ ആഘോഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ദിവ്യകാരുണ്യ മുഖശോഭയിൽ എന്ന ഈ ശുശ്രൂഷ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്രകാരമാണ് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി ഈശോയുടെ തിരുമുഖത്തെ പിതാവിന് സമർപ്പിച്ച്
പിതാവിന് ആരാധന അർപ്പിക്കേണ്ടതെന്നും എപ്രകാരമാണ് ഈ തിരുമുഖ ഭക്തിയിലൂടെ, തിരുനാമ ഭക്തിയിലൂടെ നമ്മുടെ ജീവിതം സ്വർഗത്തിന് അനുരൂപപ്പെടുത്തേണ്ടതെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പ്രത്യേകമായി പഠിക്കാൻ ശ്രമിച്ചത് യേശുനാമം വിളിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും യേശുനാമത്തെക്കുറിച്ച് വചനം നൽകുന്ന ബോധ്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കുള്ള ഏതാനും വചന വാഗ്ദാനങ്ങളാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെയായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ചില വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നമുക്കറിയാം 8,000-ഓളം വാഗ്ദാനങ്ങൾ ദൈവം മനുഷ്യന് നൽകിയതായി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആദ്യത്തെ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെ തിരുവചനം വായിക്കുമ്പോൾ ഏകദേശം 8,000 വാഗ്ദാനങ്ങളാണ്, 8,000-ഓളം വാഗ്ദാനങ്ങളാണ് ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ളത്. അതിൽ ചില വാഗ്ദാനങ്ങൾ തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങളാണ്. അതിലൊന്നാമത്തെ ഒരു വാഗ്ദാനം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കേൾക്കുകയും അവിടുന്ന് നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യും എന്നൊരു വാഗ്ദാനമാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, അതിന് ഉത്തരം നൽകുമെന്നാണ്. ഒരു വചനം ഇതാണ്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. യെശയ്യാ 58:9 ഇങ്ങനെയാണ്: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് നിലവിളി എന്ന് പറയുന്നത്. വെറുതെ നിലവിളിക്കുന്നതല്ല, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു കൊണ്ടുള്ള നിലവിളി. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റു പറയാം. യെശയ്യാ 58:9 വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്ത വിധം, നമ്മുടെ നിലവിളി കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് ബധിരത സംഭവിച്ചിട്ടില്ല, അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കർത്താവ് കേൾക്കുകയും ഇതാ ഞാൻ എന്ന് അവിടുന്ന് ഉത്തരം പറയുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് തന്നെ 65-ാം അധ്യായം 24-ാമത്തെ തിരുവചനം വായിക്കാം. യെശയ്യാ 65:24 സുന്ദരമാണ്: വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും. നമുക്ക് ഏറ്റു പറയാം: വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിളിക്കുമ്പോൾ ഉത്തരം നൽകുന്നവനാണ് കർത്താവ്. നമ്മൾ വിളിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നവനല്ല, നമ്മുടെ നേർക്ക് അവൻ കടന്നു വരുന്നവരാണ്. നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് വരുന്നവനാണ്. നമ്മൾ ഈശോയുടെ അടുക്കലേക്ക് വരുമ്പോൾ വചനം പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരും. കം നിയർ ടു ദ ലോർഡ് ആൻഡ് ദ ലോർഡ് വിൽ കം നിയർ ടു യു. രണ്ടാമത്തെ ഒരു വാഗ്ദാനം എങ്ങനെയാണ്? ദൈവം നിങ്ങളെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുമെന്നാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം നമുക്ക് സുപരിചിതമാണ്. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. നമുക്ക് ഏറ്റു പറയാം: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 50:15 നമ്മളിങ്ങനെ വായിക്കുന്നു: അനർത്ഥകാലത്ത് എന്നെ വിളിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും,
നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ അനർത്ഥകാലം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ രോഗത്തിൻ്റെ കാലമാകാം, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലമാകാം, പരാജയങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങളുടെ കാലമാകാം, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളുടെ കാലമാകാം, തെറ്റിദ്ധാരണകൾ, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, അനർത്ഥകാലമാണ്. നമ്മളൊരു ജോലി ചെയ്യാൻ പോയിട്ട് നമുക്ക് വേണ്ടതുപോലെ ശമ്പളം ലഭിക്കുന്നില്ല, നമുക്ക് ജോലിയിലൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല, സാമ്പത്തിക മേഖലകൾ അടിക്കടി തകർന്നുകൊണ്ടിരിക്കുന്നു, കടബാധ്യതകൾ, ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല, ഒരു ഭവന നിർമ്മാണം നടക്കുന്നില്ല, ഒരു വസ്തു ഇടപാട് നടക്കുന്നില്ല. അങ്ങനെ പലതരത്തിൽ അനർത്ഥകാലങ്ങൾ എന്ന് നമ്മൾ പറയും. ഏറ്റവും വലിയ അനർത്ഥകാലം എന്ന് പറഞ്ഞാൽ അത് പാപത്തിൻ്റെ ചുഴിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത കാലമാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഭൗതികമായി, ശാരീരികമായി, സാമൂഹികമായി, സാമ്പത്തികമായി, ആത്മീയമായിട്ടൊക്കെ അനർത്ഥകാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അപ്പോൾ അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കർത്താവിൻ്റെ ഒരു വാഗ്ദാനമാണ്, ഞാൻ നിന്നെ മോചിപ്പിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്നതാണ് രണ്ടാമത്തെ വാഗ്ദാനം. നമുക്കറിയാം, ബൈബിളിൽ ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട് ഈ അനർത്ഥകാലത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചതിൻ്റെ ഒത്തിരിയേറെ ഉദാഹരണങ്ങൾ. ജോസഫ്, പഴയ നിയമത്തിലെ പൂർവ്വപിതാവായിട്ടുള്ള ജോസഫ് തൻ്റെ അനർത്ഥകാലത്ത് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ദാവീദ്, സാവൂള് ദാവീദിനെ കൊല്ലാൻ അന്വേഷിച്ച് നടന്ന കാലങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അങ്ങനെ പൗലോസ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവിനെ വിളിച്ചപേക്ഷിച്ചവരെല്ലാം കർത്താവ് മോചിപ്പിക്കുന്നതിൻ്റെ കഥകളുണ്ട്. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മറ്റൊരു വാഗ്ദാനമാണ്, എന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അടുക്കലേക്ക് ഞാൻ അടുത്തു വരും എന്ന് പറയുന്ന ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഞാൻ വസിക്കുമെന്ന് പറയുന്ന വാഗ്ദാനം. 145-ാം സങ്കീർത്തനം 18-ാമത്തെ തിരുവചനം ഇങ്ങനെയാണിത് നമ്മൾ വായിക്കുന്നത്. 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നമുക്ക് ഏറ്റു പറയാം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മധ്യത്തിൽ ഞാൻ വസിക്കും എന്നൊരു വാഗ്ദാനമുണ്ട്. അതിങ്ങനെയാണ്, മത്തായി 18:20 എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. നമുക്ക് വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ ഒരു വാഗ്ദാനം എങ്ങനെയാണ്? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഞാൻ രൂപാന്തരപ്പെടുത്തും എന്ന് പറയുന്ന ഒരു വാഗ്ദാനമാണ്. കൊരിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്, കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. പൗലോസ് പറയാണ്, കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുന്നവർ, അതായത് ഈശോയുടെ തിരുമുഖത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നവർ. നമ്മൾ ഈ ശുശ്രൂഷയിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ചും തിരുനാമത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ഈ തിരുമുഖത്തെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, കണ്ടുകൊണ്ട് തിരുനാമം വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരു വ്യത്യാസം സംഭവിക്കും. അവർ ഈശോയുടെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടും. തിരുമുഖ ഭക്തി നമുക്ക് നൽകുന്നൊരു വാഗ്ദാനം ഇതാണ്, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും പുനഃസ്ഥാപിക്കപ്പെടും എന്ന്. അപ്പോൾ നമുക്കൊരു രൂപാന്തരീകരണം സംഭവിക്കും. യേശുനാമം വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, തിരുമുഖത്തെ നോക്കിയിരിക്കുന്നവർക്ക് രൂപാന്തരീകരണം സംഭവിക്കും. നമ്മൾ ഈശോയെ പോലെ ആകും എന്നതാണ് ആ വാഗ്ദാനം. 5-ാമതായി വചനം നമുക്ക് നൽകുന്നൊരു വാഗ്ദാനമാണ്, സമൃദ്ധി ഉണ്ടാകും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമൃദ്ധി ഉണ്ടാകും എന്നാണ് വചനം നമ്മോട് പറയുന്നത്. 86-ാം സങ്കീർത്തനം
5-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായി കൃപ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചന വാഗ്ദാനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഈശോയേന്ന് വിളിക്കുമ്പോൾ നമുക്ക് സമൃദ്ധി ഉണ്ടാകും എന്ന് ദൈവം നമ്മോട് പറയാണ്. ഒടുവിലായിട്ട്, അവസാനമായിട്ട് ദൈവം നമുക്ക് നമ്മോട് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്: ഞാൻ നിനക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. തുടർച്ചയായിട്ട് ഈശോയേന്ന് വിളിക്കുന്നവർക്ക് രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമെന്നാണ്. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ, സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ജെറമിയ 33:3 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് ഏറ്റു പറയാം: എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. നമുക്ക് എഴുന്നേറ്റ് നൽകാം. ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി നമുക്ക് സ്വർഗം വെച്ചിട്ടുള്ള ഒത്തിരിയേറെ കൃപകളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും. കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരും. കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തും. കർത്താവ് നമുക്ക് സമൃദ്ധി തരും. കർത്താവ് നമുക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. ഈ വാഗ്ദാനങ്ങളെല്ലാം ഒന്ന് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ യേശുനാമത്തെ നമ്മൾ വാഴ്ത്തി പാടുകയാണ്. നമ്മുടെ പാപത്തിൻ്റെ കറകൾ കഴുകിക്കളയുന്ന നാമം നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് പാടാം. നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം. കരമടിച്ച എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം, മാനവരക്ഷയ്ക്കായി സ്വർഗം നൽകിയ ഏകനാമം, 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 യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം, നാമം നാമം യേശുനാമം,
യേശുനാമം നാമം നാമം യേശുനാമം നാമം നാമം യേശുനാമം നാമം നാമം യേശുനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നിന്റെ പാപക്കറകൾ കഴുകിക്കളയുന്ന നാമമേ ആരാധിക്കുന്നു. മരണത്തിൻ്റെ മേൽ വിജയം നൽകുന്ന പുണ്യനാമമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഈശോയേ, ഹൃദയം തുറന്നു വിളിക്കുന്നു, പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു. ആശ്വാസത്തിന്റെ ഉറവിടമായ നാമം വിളിക്കുന്നു. എന്റെ ആനന്ദത്തിന്റെ കാരണമായ നാമത്തെ വിളിക്കുന്നു. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ നാമം ആവർത്തിച്ച് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് അവൻ അടുത്തടുത്ത് വരുന്നത് മനസ്സിൽ ധ്യാനിക്കുക. ഓരോ പ്രാവശ്യവും ഈശോയെന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞ് വരുന്നത് മനസ്സിൽ ധ്യാനിക്കുക. ഈശോയെന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖത്തെ നമ്മൾ പിതാവിന് ഒരു കാണിക്കയായി സമർപ്പിക്കുകയാണ് എന്ന് വിശ്വാസത്തിൽ കണ്ട് പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ 7 നിയോഗങ്ങൾ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. വിവിധങ്ങളായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന അനേകായിരം മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന രോഗപീഠകൾ, കിടപ്പ് രോഗികളായിട്ടുള്ളവർ, സർജറി വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ, ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അതിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ചികിത്സിക്കാൻ പണമില്ലാത്തവർ, ഭവനങ്ങളിലും ആശുപത്രികളിലുമെല്ലാം ഇപ്പോൾ ഈ സമയം രോഗികളായി കഴിയുന്നവർ, അപകടത്തിൽപ്പെട്ട് ഗുരുതരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ, മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവർ, മരണാസന്നരായിട്ടുള്ളവർ, എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, തിരുസഭയുടെ നിയോഗങ്ങളോടൊക്കെ ചേർത്ത് വെച്ച് ഈശോയുടെ ആഗ്രഹങ്ങളോട് പ്രതീക്ഷകളോട് ചേർത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ചിപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോയേ 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 ഈശോയേ. നമുക്ക് യേശുനാമം വിളിച്ചുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു സമയമാണിത്. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ 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 ഈശോയേ
ഈശോയേ ഈശോയേ ഈശോയേ. സാധിക്കുന്നവരൊക്കെ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.